ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഒത്തുതീരുന്നു എന്നുള്ളൊരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ മാസം 19-നാണ് ഒഫീഷ്യലി ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത് ലോകത്തിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് രാജ്യങ്ങളിലെ ഇൻഡെക്സുകൾ എല്ലാം തന്നെ പോസിറ്റീവ് ടെറിട്ടറിയിലാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം കമോഡിറ്റികളും ബെറ്റർ ആണ്, ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഒഴികെ. ബ്രണ്ട് ക്രൂഡ് ഓയിൽ $83 പെർ ബാരലിനാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗോൾഡ് $4,330 പെർ ഔൺസ്, സിൽവർ $70.6 പെർ ഔൺസ്. ഈ ലെവലിലൊക്കെ തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ ഡീൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ മുന്നേറിയിരുന്നു, കമോഡിറ്റികൾ മുന്നേറിയിരുന്നു. ഒപ്പം വെള്ളിയാഴ്ച സ്പേസ് എക്സിന്റെ ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. സ്പേസ് എക്സിന്റെ ലിസ്റ്റിംഗിന് ശേഷം എലോൺ മസ്ക് ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ ആയിട്ട് മാറിയിരിക്കുകയാണ്. $1.11 ട്രില്യൺ ആണ് വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് എലോൺ മസ്കിന്റെ നെറ്റ് വർത്ത്. അതോടൊപ്പം മോർഗൻ സ്റ്റാൻലിയിൽ ഒരു പുതിയ റിസർച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സ്പേസ് എക്സിന്റെ റവന്യൂ 2030 ആവുമ്പോഴേക്കും $1 ട്രില്യൺ ആയിട്ട് മാറുന്നതാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഒരു പ്രൊജക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സ്പേസ് സ്റ്റോക്കിൽ വീണ്ടും കാണാനുള്ള സാധ്യതകളുണ്ട്. നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം എലോൺ മസ്കിന്റെ നെറ്റ്വർത്തും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പോസിറ്റീവായിട്ട് ഇന്ത്യൻ എക്കണോമിനെയും മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് ബ്രണ്ട് ക്രൂഡ് ഓയിലിന്റെ പ്രൈസിൽ വന്നിട്ടുള്ള ഇടിവാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ക്രൈസിസ് ആരംഭിക്കുന്നതിന് മുമ്പ് അറൌണ്ട് $70 പെർ ബാരലായിരുന്നു. ആ ലെവലിലേക്കൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് താഴുന്നുള്ള വിശ്വാസമൊന്നുമില്ല. എന്നിരുന്നാലും ഗ്രാജുവലി ആ ലെവലിലേക്ക് താഴാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെന്റ് എഥനോൾ മൂവ് തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സെറ്റിൽമെന്റ് വരുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് പോസിറ്റീവാണ്. ഇന്ത്യൻ റുപ്പിയും ഇന്ന് റിക്കവറി നടത്താനുള്ള സാധ്യതകളുണ്ട്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. HG ഇൻഫ്ര ഇന്റർ സ്റ്റേറ്റ് പവർ ട്രാൻസ്മിഷൻ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡിൽ നിന്ന് പോസിറ്റീവ് ന്യൂസാണ്. NLC നേവിയലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ക്രിട്ടിക്കൽ മിനറൽ ഓപ്ഷനിൽ ഒരു ടൈറ്റാനിയം മൈനും കൂടി ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ HPCL 19.25 പെർ ഷെയർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 14 റെക്കോർഡ് ഡേറ്റ്. ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ HPCL, BPCL, IOC സ്റ്റോക്കുകൾ മുന്നേറിയേക്കാം. ഒപ്പം IOC അതുപോലെ തന്നെ ONGC ഒക്കെ ഫർദർ ഡിവിഡൻഡ് അനൗൺസ്മെന്റ് നടത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഈ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഒത്തുതരുന്നതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റില്. ഒപ്പം നമ്മൾ പ്രൊമോട്ടേഴ്സിന്റെ ബൈ നോക്കുകയാണെങ്കിൽ GRM ഓവർസീസ്, അലംബിക് ഫാർമ, എവറിഡി ഇൻഡസ്ട്രീസ്, തോമസ് കുക്ക് ഈ സ്റ്റോക്കുകളിലാണ് വെള്ളിയാഴ്ച പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച NSEയുടെ IPO ഡ്രാഫ്റ്റ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് ഫയൽ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും NSEനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ BSEനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കാരണം IPOന് ശേഷം ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് BSEയിലാണ്. അപ്പം BSEയുടെ ടേൺ ഓവർ നല്ല രീതിയിൽ ക്യാഷ് സെഗ്മെന്റിലൊക്കെ കൂടിയേക്കാം. അതോടൊപ്പം തന്നെ F&O സെഗ്മെന്റിൽ എൻ്റർ ആവുകയാണെങ്കിൽ അതും BSEനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ NSE IPO പേപ്പേഴ്സ് ഫയൽ ചെയ്യാണ്. അപ്പോൾ BSE നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ പവർ ഗ്രിഡ് ഒരു ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ പ്രൊജക്ട് ബാഗ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലാണ്. SEPC ലിമിറ്റഡ് ഹ്യൂജ് ക്യാപിറ്റലുള്ളൊരു കമ്പനിയാണ്. 1953.32 crore ക്യാപിറ്റൽ തന്നെ വരുന്നത്. 10 രൂപ ഫേസ് വാല്യൂ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 7 രൂപ ലെവലിലേക്ക് തന്നെയാണ്. ഈ കമ്പനി ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ. ഇനി ഭാരത് ഇലക്ട്രോണിക്സ്
ഇന്ത്യയുടെ ഒരു അഭിമാനമാണ് ഭാരത് ഇലക്ട്രോണിക്സ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ടെസ്റ്റിങ്ങിൽ അമേരിക്കയിലെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് F-35A ഫൈറ്ററുകളൊക്കെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഭാരത് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു റഡാർ, അരുദ്ര റഡാർ എന്ന് പറയുന്ന റഡാറിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് സെൽഫ് റിലയൻസ് നേടിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സെക്ടറിലൊക്കെ. തീർച്ചയായിട്ടും ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ അഡാർ സ്പെക്ട്രം ഗവൺമെന്റ് ഫ്രീ ആക്കിയിരിക്കുകയാണ്, സ്ക്രാപ്പ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വെഹിക്കിൾസിലൊക്കെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് അസിസ്റ്റഡ് സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും ഇനി മുതൽ. ഈ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് KPIT, ടാറ്റ ടെക്നോളജീസ്, ടാറ്റ എലക്സി, ബോഷ്, ഒപ്പം ഉണോ മിൻഡ കോർപ്പറേഷൻ, സോണ BLW, മദേഴ്സ് ആൻഡ് സുമി, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. മോസ്റ്റ് ഫേവേർഡ് പിക്കുകൾ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബോഷ്, അതുപോലെ തന്നെ ടാറ്റ എലക്സി, KPIT, ഒപ്പം ഉണോ മിൻഡ കോർപ്പറേഷൻ സ്റ്റോക്കുകൾക്കായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഓവറോൾ ഇതെല്ലാം ഓട്ടോമൊബൈൽ കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസിനെ സംബന്ധിച്ചും JBM ഓട്ടോനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ പൊതുവെ ഈ അഡാ സ്പെക്ട്രം ഫ്രീ അപ്പ് ചെയ്തിരിക്കുന്ന ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് ബെനിഫിഷ്യലാണ്. ഒപ്പം ബോഷ്, ടാറ്റ എലക്സി, KPIT ഈ രംഗത്തുള്ള സ്റ്റോക്കുകൾ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇന്നാണ് വേദാന്തയുടെ ഡീമർജഡ് കമ്പനികളുടെ ലിസ്റ്റിംഗ്. 4 കമ്പനികളുടെ ലിസ്റ്റിംഗ് ആണ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ധാരാളം ഇൻവെസ്റ്റേഴ്സ് വേദാന്ത ലിമിറ്റഡ് ഡെലിവറി ഒക്കെ വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട്. വേദാന്ത അലൂമിനിയം ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്ന അറൗണ്ട് 400, 500 and 550 റേഞ്ചിലൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ വേദാന്ത അയൺ സ്റ്റീൽ അറൗണ്ട് 40-45 റേഞ്ചിൽ ലിസ്റ്റ് ചെയ്തേക്കാം. വേദാന്ത പവർ അറൗണ്ട് 60-65 റേഞ്ചിൽ ലിസ്റ്റ് ചെയ്തേക്കാം. ഒപ്പം വേദാന്ത ഓയിൽ അറൗണ്ട് 50-55 റേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ്. ഇതിൽ ഏറ്റവും പോസിറ്റീവായിട്ട് മുന്നേറാൻ സാധ്യതയുള്ള വേദാന്ത അലുമിനിയാണ്. ഒരു വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 750 രൂപ ലെവൽ വരെയൊക്കെ ഉയരാനുള്ള സാധ്യതകളാണ്. വേദാന്ത അലുമിനിയം ഇന്നത്തെ ലിസ്റ്റിംഗ് പ്രൈസ് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന അറൗണ്ട് 24,000 ലെവലിലാണ്. ഒപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എവരി റൈസിൽ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം ഇന്ത്യനെ സംബന്ധിച്ച് വേഴ്സ്റ്റ് സീംസ് ഓവർ ആണ്. ഇതിനു മുമ്പ് തന്നെ പല പോഡ്കാസ്റ്റുകളിലും നമ്മളിത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിനുള്ള ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ ഫർദർ ഇല്ല. മറിച്ച് മിഡിൽ ഈസ്റ്റ് സെറ്റിൽമെന്റ് ഒഫീഷ്യലി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗ്ലോബൽ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും മുന്നേറാനുള്ള സാധ്യതകളാണ്. ഒപ്പം ഓവർസീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് NSE INXൽ കൂടെ ഷെയർ വെൽത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സ്പേസ് എക്സ് അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്നൊരു പക്ഷേ AI റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു വളാറ്റിലിറ്റി ഒക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ കാണാൻ സാധിക്കും. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ ഗവൺമെന്റിന്റെ ഡിസിഷനാണ്. ആന്ത്രോപിക്കിന്റെ ഫാബിൾ 5, മിത്തോസ് 5 ഈ പുതിയ മോഡൽസ് അമേരിക്കൻ സിറ്റിസൺസിനല്ലാത്ത ആർക്കും തന്നെ കൊടുക്കരുതെന്നുള്ളൊരു ഡയറക്റ്റീവ് പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച 5:30 ഉച്ചതിരുന്ന് 5:30 മുതൽ ലോകത്തിൽ ആർക്കും തന്നെ അമേരിക്കൻ സിറ്റിസൺസിന് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. മറ്റാർക്കും തന്നെ ഇത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള AI റിലേറ്റഡ് ഡാറ്റാ സെന്റർ റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ ഒരു വൊളാറ്റിലിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.